അല്ലല്ല, വ്യക്തികളോട് എന്താ നമുക്കെന്താ ബഹുമാനക്കുറവ്? വ്യക്തികളോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവരെ ആരെയും കുറിച്ച് ഒരു മോശമായ വാക്കും പറയില്ല, പണ്ടും പറഞ്ഞിട്ടില്ല. ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ല, ഒരു മോശമായ വാക്കും പറയില്ല. നിങ്ങൾ എന്നെ കുറിച്ച് എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്, എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവരുടെ പ്രായവും അവരിയ്ക്കുന്ന സ്ഥാനത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു വാക്കും മോശമായിട്ട് ഞാൻ പറയില്ല. പക്ഷേ വർഗീയതയ്ക്കെതിരായിട്ട് പറയും. വർഗീയത ആര് പറഞ്ഞാലും പറയും. എനിക്കെന്ത് സംഭവിച്ചാലും വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല ഈ നിലപാട്. വ്യക്തിപരമായി നഷ്ടം വന്നാലും ഈ നിലപാടിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഞാൻ വെള്ളം ചേർക്കില്ല. ഈ വൃത്തികേട് കണ്ടിട്ട് അത് കേട്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞ് നടിക്കണം. ജയിച്ചു വന്നവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഒരു മന്ത്രി. കേരളത്തിൽ ഈ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ജയിച്ചു വന്നവരുടെ ജാതി നോക്കുക, അവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുക. അത് കേട്ട് മിണ്ടാതിരുന്ന അതിലും നല്ലത് ഇത് നിർത്തി വേറെ വല്ല പണിക്കും പോകുന്നത്. അതിന് ഞാനില്ല, അതിനെ എതിർക്കുക തന്നെ ചെയ്യും. എതിർക്കും. അല്ല, അതൊന്നും എനിക്ക് വിരോധമില്ലെന്നേ. എന്നെക്കാളും മികച്ച എത്രയോ നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട്. എനിക്ക് സന്തോഷമുള്ളൂ. എന്നെ താരതമ്യം ചെയ്ത് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പുകഴ്ത്തി പറഞ്ഞ് എനിക്ക് സന്തോഷമുള്ളൂ. അവരൊക്കെ എന്റെ നേതാക്കന്മാരല്ലേ. രമേശ് ചെന്നിത്തല എന്റെ നേതാവാണ്. സംശയം എന്താ? അല്ല, അത് അവർക്ക് പറയാന്നേ. അവർക്കൊരാളെ വിമർശിക്കാം. ഞാനൊരു വർഗീയമായ നിലപാട് ഏതെങ്കിലും കാലത്ത് എടുത്തിട്ടുണ്ടോ? നിങ്ങൾക്കറിയാലോ.